പ്രീതേ, നമ്മുടെ ഇന്ത്യക്ക് നിരവധി പിന്നെ ഡ്രോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിൽ ഈ ഒരു ആന്റി ഡ്രോൺ സിസ്റ്റം തായ്വാൻ്റെ എന്ന രാജ്യം ചോദിച്ചിരിക്കുന്നു. എന്താണ് അതില്? അത് ആന്റി ഡ്രോൺ സിസ്റ്റം എന്ന് പറയുന്നത് ഡ്രോണുകളെ പ്രതിരോധിക്കുന്ന സംവിധാനമാണ്. ഡ്രോൺ വരുന്നതിന്റെ അതിനെല്ലാം തടയുന്ന സംവിധാനം ആന്റി ഡ്രോൺ സിസ്റ്റമാണ്. അപ്പോൾ അത് ഇപ്പോൾ തായ്വാൻ ചോദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പ്രതിരോധ രംഗത്തുള്ള മികവ് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ തായ്വാൻ എന്ന് പറയുന്ന രാജ്യം 1940കളിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിനിടെയാണ് ചൈനയിൽ നിന്ന് വേർപെട്ട് പോകുന്നത്. പിന്നീട് ചൈന ഇതിനെ പിടിച്ചടക്കാൻ വേണ്ടി പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും അവിടെ നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടക്ക് വരെ അവർ ഡ്രോൺസും ഇതെല്ലാം ഉപയോഗിക്കുകയും അത് വലിയ വിഷയമാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതൊരു തെമ്മാടി രാജ്യം എന്നാണ് സത്യത്തിൽ. അതായത് വേർപെട്ടു പോയതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞ ഒരു തെമ്മാടി രാജ്യം എന്നാണ് ചൈന അതിനെ കണക്ക് കൂട്ടുന്നത് പോലും. അപ്പൊ ചൈനയോട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഗട്സ് വേണമല്ലോ. എന്ത് കുതന്ത്രവും പ്രയോഗിക്കുന്ന ചൈനയോട് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനോട് വേണ്ട സംവിധാനങ്ങളൊക്കെ വേണം. അപ്പോൾ മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തായ്വാൻ കടലിടുക്കിൽ ചൈന പല സൈനികാഭ്യാസങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ 2024 മുതൽ തായ്വാൻ അതിർത്തിക്കടുത്തുള്ള നിരീക്ഷണ ആക്രമണ ഡ്രോണുകളുടെ എണ്ണമൊക്കെ ഈ പറയുന്ന ചൈന ഇരട്ടിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ തായ്വാനെ സംബന്ധിച്ച് ഒരു തലവേദനയാണ്. അത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്, പക്ഷെ അതിനെ എങ്ങനെയെങ്കിലും ഞങ്ങളിലേക്ക് പിടിച്ചു ചേർക്കണം എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത്, ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചൈനയ്ക്ക് ഇതിനെ എന്താ പറയുക, തായ്വാനെ സ്വന്തമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുമാണ് ഈ തായ്വാൻ കടലിടുക്കിൽ പോലും ഇവർ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും അതല്ലാതെയുള്ള അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊറുതി മുട്ടിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയൊക്കെ ലോകം അറിയുന്നതും ഈ സംവിധാനം ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്ന് അറിയുന്നത്. അവർ അപേക്ഷ അയക്കുന്നു. സ്വാഭാവികമായും ഒരു രാജ്യത്തിന് മുമ്പിൽ ഒരു അപേക്ഷ ആ രാജ്യം വയ്ക്കുകയാണ്. തായ്വാൻ എന്ന രാജ്യം ഇന്ത്യ എന്ന രാജ്യത്തിന് മുമ്പിൽ നിങ്ങളുടെ ഈ ഒരു സംവിധാനം ഞങ്ങൾക്ക് കൂടി വേണം എന്നുള്ളത് അപേക്ഷ വയ്ക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയുടെ DRDOയും ബെൽ എന്ന് പറയുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും വികസിപ്പിച്ചിട്ടുള്ള D4 എന്ന് പറയുന്ന ആൻറ്റി ഡ്രോൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ അപേക്ഷ. ഇപ്പൊ ഡ്രോണുകളുടെയൊക്കെ അങ്ങനത്തെ കുരുപ്പ് സാധനങ്ങളുടെ കാലഘട്ടമാണ്. എവിടെ നിന്ന് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഈ ശരിക്കും സ്പൈഡർ വെബ് എന്ന് ഈ യുക്രൈൻ പേരിട്ടത് പോലും നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഒരു ചിലന്തി വില പോലെ ഇങ്ങനെ പോകുന്ന സംഭവമാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കുരുപ്പ് സാധനങ്ങളാണ്. ഇതിനെ ഒന്ന് പ്രതിരോധിക്കാൻ അവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം വേണം എന്നുള്ള ചിന്തയിലാണ് ഈ D4 എന്ന് പറയുന്ന ആന്റി ഡ്രോൺ സിസ്റ്റം വാങ്ങാനായിട്ട് ഇത് തായ്വാൻ നമുക്ക് മുമ്പിൽ അപേക്ഷ വെച്ചിട്ടുള്ളത്. അത് തായ്വാനോട് ഇനി ഇതറിയുന്നതിന്റെ പേരിൽ ചൈന എന്തെല്ലാം കാണിച്ചു കൂട്ടുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇരിക്ക് പുറതി കൊടുക്കൂല എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഈ ചൈനയുടെ കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യയോട് തായ്വാൻ ചോദിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ചൈനയെ പ്രതിരോധിക്കാൻ തായ്വാൻ ഇന്ത്യയോട് ചോദിക്കുന്നത് ഇന്ത്യക്ക് കിട്ടുന്ന മഹിമയാണത്. അത് മഹിമയാണ്. പക്ഷെ തായ്വാന് കിട്ടുന്ന അടുത്ത അടി എന്തായിരിക്കും എന്നുള്ളത് ചൈന കൊടുക്കും. അത് ആ രാജ്യത്തിന്റെ അസ്ഥിരപ്പെടുത്തുന്ന ഒന്നല്ല. ഇപ്പൊ അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രതിരോധ സംവിധാനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിന്റെ പേരിൽ ഇനി ചൈന കലി പൂണ്ട് എന്തൊക്കെ അവരോട് കാണിച്ചു കൂട്ടും എന്നുള്ളത് കണ്ടു തന്നെ ആവണം. എന്തായാലും ചൈന പാകിസ്ഥാന് പ്രതിരോധ പാക്കേജുകളും ആധുനിക ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ നൽകുന്നത് പോലെ ഇന്ത്യയും സമാനമായ ആയുധങ്ങൾ തായ്വാന് കൈമാറണമെന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെ പറയുന്നത്. കുഴപ്പമില്ല, കാരണം ചൈനയാണല്ലോ ഈ പാകിസ്ഥാന്, അതാണ് ഈ പറഞ്ഞത്. ചൈന പാകിസ്ഥാന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് വെച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഇപ്പുറത്ത് ചൈനക്ക് നേരെ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊടുത്തു. പോയ ആൾക്കാരാണല്ലോ പാകിസ്ഥാൻ, അതുപോലെ ചൈനയിൽ നിന്ന് പോയ തായ്വാൻ. അപ്പൊ അങ്ങോട്ടും വേണം. പക്ഷെ അതൊരു പിരിമുപ്പിക്കുന്ന പരിപാടിയാണ്. അതായത് ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള തമ്മിലടി കൂടും എന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്ന തുർക്കിയും ചൈനയും നിർമ്മിച്ച ഏകദേശം 300 മുതൽ 400
ഡ്രോൺ വരെയാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അതിനെ ഈ പറയുന്ന പ്രതിരോധിക്കാനായിട്ട് D4 എന്ന് പറയുന്ന നമ്മുടെ ആന്റി ഡ്രോൺ സിസ്റ്റത്തിന് കഴിവുറ്റ രീതിയിൽ കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യയുടെ ആകാശത്ത് വെച്ച് തന്നെ, അതായത് ആകാശ പരിധിയിൽ വെച്ച് തന്നെ എല്ലാ ഡ്രോണുകളെയും അത് നിലംപരിശാക്കുകയും ചെയ്തിട്ടുണ്ട്. തുർക്കിയുടെ ബൈരക്തർ TB2 ഡ്രോണും ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഈ പറയുന്ന രീതിയിലുള്ള നൂതനമായിട്ടുള്ള സോഫ്റ്റ് കിൽ ജാമിങ്ങിന്റെയും ഹാർഡ് കിൽ ലേസർ ശേഷിയുടെയൊക്കെ ശക്തി ഇതോടുകൂടി വ്യക്തമാവുകയും ചെയ്തതാണ്. ഡിക്റ്റർ, ഡിസ്ട്രോയ്, ഡിഫെൻഡ് എന്നീ പേരുകളിലാണ് ഈ D4 ആന്റി ഡ്രോൺ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. DRDOയും ബെല്ലും ചേർന്നിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സംവിധാനം 4 തലങ്ങളിലാണ് പ്രവർത്തിക്കുക. 4 തലങ്ങളിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നതിൽ ഒന്നാമത്തേത് മൾട്ടി ഫ്രീക്വൻസി റഡാറും EOIR സെൻസറും ഉപയോഗിച്ച് ഡ്രോണുകളുടെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്തുന്നു. അതായത് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഡ്രോണുകളെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് സിഗ്നൽ ജാം ചെയ്യും. GPS സ്പൂഫിങ്ങിലൂടെയൊക്കെ ശത്രു ഡ്രോണുകളുടെ ദൗത്യത്തിൽ അതിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. മറ്റൊന്ന് മൂന്നാമത്തേത് ലേസർ അധിഷ്ഠിത ഹാർഡ് സ്കിൽ സാങ്കേതിക വിദ്യയും ഈ സിസ്റ്റത്തിലെ RF ജാമറുകളും ഒക്കെ ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന ഡ്രോണുകളെ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് തന്നെ നശിപ്പിക്കാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് നാലാമത്തേതെന്ന് പറയുന്നത് അവശേഷിക്കുന്ന എന്തെങ്കിലും ഒരു ഡ്രോൺ അല്ലെങ്കിൽ ഒരു കൂട്ട ആക്രമണത്തിൽ പെടുന്ന അത്തരം സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ പ്രദേശത്ത് സെൻസിറ്റീവായി ആ പ്രദേശത്തിന് സംരക്ഷണം ഉറപ്പാക്കാനും ഇതുവഴി കഴിയും. നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആവശ്യമുള്ള രാജ്യങ്ങളുടെ എണ്ണം ഇങ്ങനെ ലിസ്റ്റിൽ കൂടി കൂടി വരികയാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ബ്രഹ്മോസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും തിരക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ തിരക്കി നിൽക്കുന്ന പറയുന്ന പോലെ ക്യൂ ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആകാശ് തീറിന്റെ രഹസ്യം എന്താണ്, ആകാശ് മിസൈൽസിന്റെ രഹസ്യം എന്താണ്, ഇതെല്ലാം ഈ ആകാശ് മിസൈൽസിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ ആകാശ് മിസൈൽ ഉണ്ട് എന്നുള്ളത് അമേരിക്കയിലെ CIA വരെ അറിയായിരുന്നു. പക്ഷെ ഈ ഉണ്ട് എന്ന് അവർ വിചാരിച്ചെങ്കിലും ഇത് വെറുതെ ചപ്പട സാധനമൊക്കെ ആണെന്നാണ് അവർ വിലയിരുത്തിയത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡാറ്റ ഒന്നും ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ വൈറ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ രേഖയൊന്നും എത്തിയില്ല. എത്താതിരുന്നതോടുകൂടി ഈ സംവിധാനങ്ങളെല്ലാം പോയി പാകിസ്ഥാനിലെ അടിച്ച് പൊളിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു? ട്രംപിന് ഹാലിളകി. അമ്പട പോയി, ഇത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് വൈറ്റ് ഹൗസിൽ ഈ ആകാശ് മിസൈലിന്റെ ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു സംവിധാനം ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയാൻ വൈകി. അറിയാൻ വൈകി എന്നുള്ളത് അതിന്റെ പേപ്പർ കൊടുക്കണമെന്ന്. എന്തുകൊണ്ട് വൈകി? കാരണം കൊടുക്കണം എന്ന് ട്രംപ് ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഈ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയം. തായ്വാനുള്ള ഒരു പ്രതിരോധ സംവിധാനം കൂടി വേണമെന്നുള്ള അപേക്ഷ വെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ആയുധ വിപണിയിൽ നമുക്ക് ആരോടും നമ്മൾ ചേർന്ന് നിൽക്കുന്നതല്ല. ഇന്ത്യ അത് കൊടുക്കാൻ തന്നെയാണ് സാധ്യത. കാരണം നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ ഈ വിപണി, ആയുധ വിപണി എന്ന് പറയുന്നത്. അപ്പൊ അത് കരാർ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അത് കൊടുക്കാൻ തന്നെയാണ് സാധ്യത.